ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒരിക്കലും സാമ്യം തോന്നരുത്, അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ മറ്റേതിനായിട്ട് ഒരിക്കലും ലിങ്ക് ചെയ്യാൻ തോന്നരുത്. അങ്ങനെ ഒരു ഏതൊരു ആർട്ടിസ്റ്റ് അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഈ സിനിമയിൽ ഈ കഥാപാത്രത്തോളം ഡിഫറെന്റ് ആയിരുന്നു. ഇല്ല, എല്ലാ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും മേ ബി അപ്പിയറൻസ് വൈസ് നിങ്ങൾക്ക് കുറച്ചൊക്കെ സിമിലാരിറ്റി തോന്നി. കാരണം സെയിം ആൾ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് എന്നുള്ള രീതിക്ക് ഒരു കുട്ടി, അമ്മ, എല്ലാ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അതുപോലൊക്കെ തന്നെ തോന്നിക്കാണും. പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും. ഇപ്പം ഇതിലെ സരിക എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇത് ചെയ്തപ്പോഴും ശരി, മറ്റേതിലെ മാനറിസംസ് ഒന്നും വരാണ്ടിരിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവര് പറയുന്ന ഡയറക്ടറും അതുപോലെ നമ്മുടെ റൈറ്ററൊക്കെ പറയുന്ന അവർ ഇൻപുട്സ് തരുമല്ലോ. അപ്പം അതിനനുസരിച്ചിട്ട് സരികയ്ക്ക് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇതിൽ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ എപ്പോഴും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും എന്നെ കണ്ടാൽ അറിഞ്ഞൂടെ, എപ്പോഴും മോട്ടിവേഷൻ തരുന്ന ഒരാള്, നല്ലൊരു ഭാര്യ, മറ്റേ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലോ എപ്പോഴും ചെയ്യുന്നത്. അതിൽ നിന്ന് ഇത് നോക്കുമ്പോൾ ഉറപ്പായിട്ടും വളരെ ഡിഫറെന്റ് ആയിരിക്കും. പടം കണ്ടുകഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും ഇത്രയും ഡിഫറൻസ് വേണമായിരുന്നു എന്ന് പറയും നിങ്ങൾ തന്നെ.